നമസ്കാരം. സ്മാർട്ട് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രേംജിത്ത് നമ്പൂതിരിപ്പാട്. നമുക്ക് ഇന്ന് ശിവഭജനത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ശിവൻ? ശിവനെ പൂജിച്ചാലും ശിവനെ ഭജിച്ചാലുമൊക്കെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്? ശിവൻ്റെ വിവിധ ഭാവങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ഓരോ ഭാവങ്ങളെയും ആരാധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങളുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. മംഗളകാരകനാണ് ശിവൻ. ശിവനെ ആരാധിക്കുമ്പോഴും ശിവഭജനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണം ആ മംഗളം തന്നെയാണ്. പക്ഷേ മറ്റ് ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ശിവൻ്റെ ഭാവങ്ങളും ശിവൻ്റെ പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളിലും കുറേയധികം മാറ്റങ്ങൾ കാണാം. ഒന്ന്, ശിവൻ്റെ ആരാധന തന്നെ ശിവലിംഗത്തെയാണ് ആരാധിക്കുന്നത്. പലപ്പോഴും പല ആൾക്കാരും വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സംഗതിയാണ് ശിവലിംഗത്തിൻ്റെ ആരാധന. എന്താണ് ശിവലിംഗം? അങ്ങനെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പുല്ലിംഗം, സ്ത്രീലിംഗം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുല്ലിംഗം എന്നാൽ പുരുഷനെ സൂചിപ്പിക്കുന്നത്, സ്ത്രീലിംഗം എന്നാൽ സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. അവിടെ ലിംഗം എന്ന വാക്കിന് സൂചകമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊരർത്ഥവുമില്ല. മറ്റൊരു അശ്ലീലവും അതിനകത്തില്ല. ശിവനെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം. പുല്ലിംഗം എന്ന് പറയുന്നത് പോലെ, സ്ത്രീലിംഗം എന്ന് പറയുന്നത് പോലെ ശിവനെ സൂചിപ്പിക്കുന്നത് എന്താണോ അതിനെ ശിവലിംഗം എന്ന് പറയുന്നു. അത്ര മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ വെറുതെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് അതിനെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും നന്നായി ശിവനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ശിവലിംഗം. അത് പൂർണ്ണമാണ്. കാരണം ശിവൻ്റെ ആ ശിവലിംഗത്തിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന്, നമ്മൾ പുറത്ത് കാണുന്ന ശിവലിംഗാകൃതി, പീഠത്തിനകത്ത് 8 കോണുകളായിട്ട് കാണുന്ന വിഷ്ണുഖണ്ഡം, അതിന് താഴെ 4 കോണുകളായിട്ടുള്ള ബ്രഹ്മഖണ്ഡം, വിഷ്ണുഖണ്ഡം, മുകളിൽ കാണുന്ന ശിവഖണ്ഡം. ഇത് 3ഉം ചേരുമ്പോഴാണ് പൂർണ്ണമായ ഒരു ശിവലിംഗമാകുന്നത്. ത്രിമൂർത്തി ഭാവങ്ങളും ശിവലിംഗത്തിൽ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. ശിവനെ ആചരിക്കുന്നത് കൊണ്ട്, ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് 3 മൂർത്തികളെയും, ത്രിമൂർത്തികളെ ആരാധിക്കുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു. അതിന് പുറമെ ശിവന്റെ പീഠം എന്നാൽ പാർവതീ സങ്കല്പമാണ്. പീഠം പ്രകൃതിയും ലിംഗം പുരുഷനുമാകുന്നു. പ്രകൃതി പുരുഷ സംയോഗവും ശിവലിംഗത്തിൽ സംഭവിക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞ ഒന്നാണ് ശിവലിംഗം. അതറിയാതെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലാതെ യഥാർത്ഥ ശിവലിംഗത്തെക്കുറിച്ചുള്ള ചർച്ച വേണ്ട പോലെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ശിവാരാധനയെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ശിവൻ്റെ തന്നെ പല ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ശിവൻ്റെ ദക്ഷിണാമൂർത്തി ഭാവം, അഘോരഭാവം, കിരാതമൂർത്തി ഭാവം, വേട്ടയ്ക്കൊരു മകൻ, ഇങ്ങനെ ശിവനെ തന്നെ പല രീതിയിലും പല ഭാവത്തിലും നമ്മൾ ആചരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ എന്താ ഒരു പ്രത്യേകിച്ച് ഗുണം? ശിവൻ എന്ന് പറയുന്ന ഒരു മൂർത്തി തന്നെ കുറേ ധാരാളമായി. പിന്നെ അതിനു പുറമെ തന്നെ ശിവനെ ആരാധിക്കേണ്ട ആഴ്ചകളുണ്ട്. ഇതൊന്നും വേണ്ട പോലെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശനിയാഴ്ച ദിവസമാണ് തിരക്ക് കാണുന്നത്. പക്ഷേ ശിവൻ്റെ ദിവസം ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ശനിദോഷം തീരാനും ദുരിതങ്ങൾ തീരാനും രോഗങ്ങൾ തീരാനും ഒക്കെയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്. ശനിയുടെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നത് ഒന്നുകിൽ ശാസ്താവിനെയോ ഹനുമാനെയോ അങ്ങനെയുള്ള മൂർത്തികളെയാണ്. ദുരിതഹരനാണ് ശിവൻ എന്നുള്ളത് കൊണ്ട്, ദുരിതം തീർക്കാനുള്ള ആളാണ് ശിവൻ എന്നുള്ളത് കൊണ്ട് ശനിയാഴ്ച ശിവനെ ആരാധിക്കുന്നു. പക്ഷേ ശിവൻ്റെ പ്രധാന ദിവസം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രം ചെയ്യുകയും ശിവൻ്റെ ധാര ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഏറ്റവും കൂടുതൽ മംഗളമായിട്ടുള്ള അനുഭവങ്ങളും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ കൂടുതലായിട്ടും ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നമ്മൾ സ്വീകരിക്കാറില്ല. തിങ്കളാഴ്ചയാണ് വിവാഹം നടക്കാൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക്, മംഗളകാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ശിവനെ ഭജിക്കുന്നത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവഭജനം ചെയ്യുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും, രോഗദുരിതങ്ങൾ തീരാൻ, കടം തീരാൻ, മൃത്യുഭയം തീരാൻ, എല്ലാത്തിനും ശിവനെ ആദരിക്കാം. ഞായറാഴ്ച ദിവസം ശിവനെ ധാര കഴിച്ചാൽ കർമ്മസംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ കുറയാനും അതിൽ അനുഗ്രഹം ഉണ്ടാവാനും, കർമ്മസംബന്ധമുള്ള അലച്ചിലുകൾ തീരാനും, പിതൃദോഷം തീരാനും, അസ്ഥി സംബന്ധമായുള്ള വ്യാധികൾ തീരാനും, ശിരോരോഗങ്ങൾ തീരാനും ഒക്കെ ഞായറാഴ്ച ശിവനെ ധാര ചെയ്യുന്നത് വളരെ ഉചിതമാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടി, കുടുംബത്ത് ഐക്യമുണ്ടാവാൻ വേണ്ടി, കുടുംബത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി, കുടുംബാംഗങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഇതിനൊക്കെ തിങ്കളാഴ്ച ശിവനെ ധാര കഴിക്കുകയും പ്രത്യേക വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ശിവൻ്റെ പ്രധാന ദിവസങ്ങൾ ഞായറും തിങ്കളുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശിവൻ്റെ ഓരോ ഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശിവൻ്റെ ഏറ്റവും പ്രധാന ഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം. വിദ്യയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത്രയും നല്ല അനുഗ്രഹം തരാൻ പറ്റുന്ന മറ്റൊരു ഈശ്വരനില്ല.
ഭാവത്തിൽ ഏറ്റവും മോശമായിരിക്കുന്ന ശിവനാണ് തെക്കോട്ട് തിരിഞ്ഞ് ആലിൻ്റെ ചുവട്ടിലിരിക്കുന്ന ശിവസങ്കല്പമാണ് ദക്ഷിണാമൂർത്തി. എന്നാൽ അനുഗ്രഹത്തിലെ ഏറ്റവും ഉയർന്ന മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി. കാരണം വിദ്യ ഏതു തരത്തിലുള്ള വിദ്യയായാലും, ഏതു തരത്തിലുള്ള അറിവായാലും, ഏതു തരത്തിലുള്ള ജ്ഞാനമായാലും അതെല്ലാം പ്രദാനം ചെയ്യാൻ ദക്ഷിണാമൂർത്തി ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. ദക്ഷിണാമൂർത്തിയെ ബുധനാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും ഉപാസിച്ചാൽ വിദ്യാസംബന്ധമായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർന്നു കിട്ടും, വിജയം ലഭിക്കും. കൈലാസാദ്രീശ കോണേ സുരവെടുപ്പിതട്ടെ സ്ഫാടകേ മണ്ഡപേ സന്മാതങ്കാരാതി പീഠോപരിപരിലസിതം സേവ്യമാനം സുരൗഹേ ജാനുസ്തം വാമബാഹം മൃഗമപി പരസ്യ ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യോദ്യോഗവേഷ്ടം ദത്തം ഋഷിഗണം ജ്ഞാനം ഈശാനമേടെ. ഇതാണ് ദക്ഷിണാമൂർത്തിയെ സംബന്ധിച്ചുള്ള ധ്യാനം. കൈലാസത്തിൻ്റെ ഈശാനകോണിൽ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തെക്കോട്ട് തിരിഞ്ഞ് എല്ലാവർക്കും വിദ്യയെ കൊടുക്കുന്ന ജ്ഞാനമുദ്ര വഹിച്ച മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി എന്നാണ് സങ്കല്പം. അപ്പോൾ വിദ്യയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഈശ്വരനാണ് ദക്ഷിണാമൂർത്തി. എല്ലാ ക്ഷേത്രങ്ങളിലും തെക്കേ ദ്വാരത്തിന്, ശ്രീകോവിലിൻ്റെ തെക്കേ ദ്വാരത്തിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും ഉണ്ടെന്നാണ് സങ്കല്പം. ഏത് ക്ഷേത്രത്തിൽ പോയാലും തെക്ക് ഭാഗത്ത് നിന്ന് ആ ശ്രീകോവിലിന് നേരെ തൊഴുതാൽ, തെക്ക് ഭാഗത്തെ ആ വാതിലിന് നേരെ നിന്ന് തൊഴുതാൽ, ദക്ഷിണാമൂർത്തിയെ തൊഴുതാൽ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ദക്ഷിണാമൂർത്തിയെ തൊഴാനായിട്ട് ദക്ഷിണാമൂർത്തി ഉള്ള ക്ഷേത്രങ്ങളിൽ പോകണ്ട, ഏത് ക്ഷേത്രത്തിൽ പോയാലും തെക്കേ ദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി സങ്കല്പമുണ്ട്. അതും ഒരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. ഇനി ശിവന് തന്നെ മറ്റു ഭാവങ്ങളാണ്. അഘോര ഭാവം എന്ന് പറയും. ശത്രു സംഹാരം, ശത്രുദോഷം, വിജയം, ഈ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു മൂർത്തിയാണ് അഘോരമൂർത്തി. പ്രത്യേകിച്ച് എല്ലാ ദുരിതങ്ങളും തീരാനായിട്ട്. അഘോരം എന്നാണ് പേരെങ്കിലും മൂർത്തി കുറച്ച് ഘോരമായിട്ടുള്ള മൂർത്തിയാണ്. എല്ലാ ദുരിതങ്ങളെയും തീർക്കാനും എല്ലാ ദുരിതങ്ങളെയും ദഹിപ്പിക്കാനും ഒക്കെ കഴിവുള്ള മൂർത്തിയാണ് അഘോരമൂർത്തി. അപ്പോൾ അഘോരഭാവത്തിൽ ശനിയാഴ്ചയും ഒക്കെ ശിവനെ ഭജിക്കുന്നത് വളരെയധികം ദുരിതങ്ങൾ തീർക്കാനും കഷ്ടപ്പാടുകൾ തീരാനും ശത്രുദോഷം തീരാനുമൊക്കെ വളരെയധികം ഫലം ചെയ്യും. ശിവൻ്റെ തന്നെ കലയുടെ ഈശ്വരനാണ് നടരാജമൂർത്തി. അപ്പോൾ പ്രത്യേകിച്ച് നൃത്തങ്ങൾക്കോ അതുപോലെ കലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നടരാജമൂർത്തിയെ ഉപാസിക്കാതെ, നടരാജമൂർത്തിയെ ഭജിക്കാതെ, ആ വിഗ്രഹമൊന്നും വയ്ക്കാതെ ഒന്നും ചെയ്താൽ ഒന്നും വിജയിക്കില്ല എന്നാണ് സങ്കല്പം. ആ ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നേടാൻ കഴിയാത്ത കലാപരമായി യാതൊരു കഴിവുകളില്ല. 64 കലകളുടെയും ഈശ്വരനാണ് നടരാജമൂർത്തി എന്നാണ് സങ്കല്പം. ആനന്ദ നടനം ചെയ്യുന്ന ശിവൻ, ആ സമയത്ത് പ്രദോഷ സമയത്ത് ആനന്ദ നടനം ചെയ്യുന്ന ശിവൻ്റെ സങ്കല്പമാണ് നടരാജമൂർത്തിക്ക്. ആ സമയത്ത് ശിവനോട് എന്ത് ആവശ്യപ്പെട്ടാലും, എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും, കല മാത്രമല്ല ഏതനുഗ്രഹം ചോദിച്ചാലും തരാൻ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. ഏത് അനുഗ്രഹവും തരും എന്നാണ് പറയുന്നത്. പാർവതി ദേവി ആ സമയത്ത് ആനന്ദ നടനം ചെയ്യുന്ന ശിവനോട് ഒരു പുതിയ ലോകമാണ് ചോദിച്ചത്. എനിക്കൊരു പുതിയ ലോകം തരുമെന്ന് പറഞ്ഞപ്പോൾ ആനന്ദലോകം എന്ന പുതിയ ലോകം സൃഷ്ടിച്ചു കൊടുത്തു ഭഗവാൻ എന്നാണ് സങ്കല്പം. അപ്പോൾ തീർച്ചയായിട്ടും നടരാജമൂർത്തി ഉപാസിച്ചാൽ സർവമംഗളങ്ങളും ലഭിക്കുമെന്ന് മാത്രമല്ല, കലാപരമായി ഏറ്റവും ഉന്നത നിലവാരങ്ങളെത്താനും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും എന്നതിന് സംശയമൊന്നുമില്ല. ഇങ്ങനെ ശിവൻ്റെ കുറേയധികം ഭാവങ്ങളെ, ഓരോ ഭാവങ്ങളെയും അറിഞ്ഞറിഞ്ഞ് ഉപാസിച്ചാൽ ഇത്രയും നല്ല ഗുണങ്ങളും ഇത്രയും നല്ല അനുഗ്രഹങ്ങളും ഒക്കെ നൽകാൻ കഴിയുന്ന മറ്റൊരു ഈശ്വരനില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ ഒരു കുടുംബം എന്ന നിലയിലും ഒരു അച്ഛൻ, ജഗത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന നിലയിലുമൊക്കെ അനുഗ്രഹം തേടേണ്ടതുമൊക്കെ ശിവനെയും പാർവതിയെയും തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെ ചെയ്താൽ വേണ്ട എല്ലാ മംഗളങ്ങളും ലഭിക്കും. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. നമസ്കാരം.